ഹായ് ഹലോ, ഇത് മിക്കിയുടെയും പപ്പുവിൻ്റെയും പഴയ ഒരു വീഡിയോ ആണ്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം. ഇത് മിക്കി ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇത് ഇപ്പോൾ കാണുന്നത്. ഇതിലൊന്നാണ് പപ്പു. ഇതിലേതാന്നുള്ളത് എനിക്കറിയില്ല. ഇതിലൊന്ന് പപ്പുവാണ്. ആകെ 5 പേരുണ്ട്. നമ്മളിവരെ ഇങ്ങനെ ജനിച്ച സമയത്ത് റിബൺ കെട്ടി അങ്ങനെ പല കളർ റിബൺ കെട്ടി ഓരോന്ന് ആരാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണ് പപ്പു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എല്ലാവരും ഇപ്പോൾ ഈ കൂട്ടത്തിലുണ്ട്, പപ്പു അടക്കം. ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ കുറച്ച് ലോങ് ഷോട്ട് ആയതുകൊണ്ടാണ് ഇവർ കുറച്ചുകൂടെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഏകദേശം അതേ സൈസിൽ തന്നെയാണ് കുട്ടികളുള്ളത്. കണ്ണൊന്നും തുറന്നിട്ടില്ല. ഇത് അവരുടെ 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസമായപ്പം നമ്മൾ ആ ചെറിയ ബോക്സിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. മിക്കി 3ാമത്തെ ദിവസമാണ് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. 2 ദിവസം തീരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് പാലൊക്കെ ഒന്ന് കുടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ മിക്കി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവരെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് മാറ്റി വെച്ചതാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് തന്നെ മാറ്റും. കാരണം അവരവിടെയാണ് സേഫ് മിക്കിക്ക് ഫീഡ് ചെയ്യാനൊക്കെ. ഇതതിനും നെക്സ്റ്റ് ഡേ ആണ്. എല്ലാവരും ഇങ്ങനെയാണ് ഒട്ടിച്ചേർന്നിട്ടാണ് കിടക്കുക. ഇതും മിക്കി നെക്സ്റ്റ് ഡേ. അതിനും നെക്സ്റ്റ് ഡേ മിക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് വിട്ട സമയത്തുള്ളതാണ്. ഇവരിങ്ങനെ തപ്പിപ്പിടിച്ച് കണ്ണ് കാണുന്നില്ലെങ്കിലും മിക്കിയുടെ സ്മെല്ലൊക്കെ നോക്കി മിക്കീൻ്റെ അടുത്തേക്ക് പോകും. അവർക്ക് ചിലപ്പോൾ മിക്കിയുടെ സ്മെല്ല്, മിൽക്കിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ടാവും. ഇങ്ങനെയാണ് മേലെ കയറിയിട്ട് അവർക്ക് ചൂട് കിട്ടാനായിരിക്കും. പറ്റി കിടക്കും. ഇതൊക്കെ മിക്കീനെ അന്വേഷിച്ചിട്ട് വിശന്നിട്ട് പാല് കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. ഇത് ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഈ സമയമാകുമ്പോഴേക്കും അവർ കണ്ണ് തുറക്കും. നമുക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരും ഏകദേശം കണ്ണ് തുറന്നിട്ടുണ്ട്. 14-15 ദിവസം എന്നാണ് പറയുക ഇവർ കണ്ണ് തുറക്കാൻ. അപ്പം അങ്ങനെ കണ്ണ് തുറന്നതിന് ശേഷമാണ് ഇവർ നടക്കുന്നത്. ഇങ്ങനെ ചെറിയ കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്ന പോലെ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. മിക്കിയെ നോക്കുക, മിക്കി ഓടി രക്ഷപ്പെട്ടു. മിക്കി ചില സമയത്ത് ഇവർ മിൽക്ക് കൊടുക്കാനൊരു മടി വരുന്നുണ്ട്. അവർ സ്ലിപ്പായി പോകുന്നു ടൈലിൽ. അവർ കൃത്യമായിട്ട് മിക്കി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ട്. ബോക്സിലാണ് മിക്കിയുള്ളത്. ബോക്സിൻ്റെ അടുത്തേക്കാണ് എല്ലാവരും പോകുന്നത്. പാല് കുടിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഉറങ്ങും. അത് ഇവർക്ക് തന്നെ അറിയാം. ബോക്സിലേക്ക് കയറി കിടക്കും അവർ. പിന്നെ അവർക്കൊരു ഓറഞ്ച് ഒരു ട്രേ ഒരു ഇതുണ്ട് കണ്ട, സൈഡിൽ കാണാം ഒരു ഓറഞ്ച്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ അതിൽ കയറും. അതിൽ ഇവർക്ക് സ്ഥലമൊന്നും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും 5 ആളും കൂടെ അതിനകത്ത് അട്ടിക്കട്ടിക്കിട്ട് കിടക്കും. എന്തായാലും ഇവരുടെയൊക്കെ ഒരു കാര്യം, ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ മനുഷ്യ കുട്ടികൾക്കൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇവർക്ക് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇവരെയൊക്കെ ചെയ്തോളും. ഇവർക്കറിയാം കിടക്കാനാവുമ്പോൾ ആ ബോക്സിൽ അല്ലെങ്കിൽ ഈ ഓറഞ്ച് ട്രയൽ വന്ന് കിടന്ന് ഉറങ്ങണം എന്നുള്ളത്.
പുറത്തേക്ക് കളിക്കണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കളി തുടങ്ങും. ഇപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാറുണ്ട്. എന്നിട്ടിങ്ങനെ ജസ്റ്റ് അമ്മ അതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. നമ്മൾ എന്നിട്ടൊന്ന് ഉണക്കിയിട്ട് എടുക്കും. മിക്കിക്ക് കൊടുത്തതായിരുന്നു. കുട്ടികളാണ് വന്ന് കഴിക്കുന്നത്. ബ്രെഡും പാലും. മതി എനിക്ക് തിന്നു. മതി. കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് മിക്കിക്ക് കഴിക്കാനൊരു മടി. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് തിരിച്ചു പോവുക ചെയ്യുന്നത്. അമ്മ കുട്ടികളെയൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് മിക്കിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പപ്പീസൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഫുഡ് കഴിക്കും. ചെറിയ ചെറിയ നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫുഡൊക്കെ ജസ്റ്റ് കഴിക്കുന്നുണ്ട്. പാല് കുടിക്കാത്ത മിക്കി ഇപ്പോൾ പാല് കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊന്നും മിക്കി പാലേ കുടിക്കില്ല. അതുപോലെ ക്യാരറ്റൊക്കെ കഴിക്കും. മിക്കി തിന്നേ മിക്കി. ഈ സമയത്തൊന്നും ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പം അമ്മയാണ് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാറ്, എനിക്കിവരെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ കോളും ചെയ്യും, പക്ഷേ ഇങ്ങനെ ഷെയ്ക്കാവും. അപ്പം എന്താണ് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടാവാറില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ആ ബോക്സിൻ്റെ കോലം നോക്കുക. അവരെല്ലാവരും കൂടെ, മിക്കിയും കുട്ടികളും എല്ലാവരും കൂടെ ഇങ്ങനെ ആക്കിയതാണ്. ഒരാൾ ഉറങ്ങി, ബാക്കിയുള്ളവർ കളിയിലാണ്. ഇവർക്ക് ചൂട് കിട്ടാനും ഒരു സേഫ്റ്റിക്കൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സ് കൊടുക്കുന്നത്. ഇവിടെ വാ മിക്കി. ഇത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. ബോക്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. കാരണം ഇവരിങ്ങനെ വന്ന് കിടക്കുന്നതല്ലേ, ചെറിയ കുട്ടികളല്ലേ, പിന്നെ മിക്കി മിൽക്ക് കൊടുക്കുന്നതും അല്ലേ. അപ്പം ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബോക്സ് നമ്മളെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ക്ലോത്തും അതുപോലെ തന്നെ പേപ്പറൊക്കെ നമ്മൾ മാറ്റും. ബോക്സ് ജസ്റ്റ് ഒന്ന് വെയിലത്തും വയ്ക്കും. അപ്പോൾ അതിന് വേണ്ടി പുറത്തേക്ക് എടുത്തപ്പം ഇവനും പുറത്തേക്ക് ഇറങ്ങിയതല്ല, നമ്മൾ ഇറക്കിയതാണ്. കുഞ്ഞി സ്റ്റെപ്പൊക്കെ കയറാൻ പഠിച്ചു ഇവർ. ചെറുതായിട്ട് വീണു. ചെറുതായിട്ട് സ്റ്റെപ്പൊക്കെ കയറും.
പിന്നെ കളിച്ച് കളിച്ച് അതിൻ്റെ മേലെ നിന്ന് ഉരുണ്ട് മറിഞ്ഞ് താഴേക്കും വീഴും. ഇപ്പോൾ ദാ നേരത്തെ കണ്ട പോലെ. ഇതാ കണ്ടോ, സ്റ്റെപ്പ് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. ചിലപ്പം സക്സസ് ആവും, ചിലപ്പം താഴെ വീഴും. മിക്കി ഇതാ അവിടെ കിടന്നുറങ്ങാണ്. കുട്ടികളിതാ തൊട്ടടുത്ത് താഴെ ഇവിടെ ഇങ്ങനെയുണ്ട്. അതിലൊരാൾ കണ്ടോ, കൈ കടിച്ച് കളിക്കുന്നു. അതാണ് പപ്പുവെന്ന് തോന്നുന്നു. പപ്പുവിനും ഉണ്ട് ഇതേ സ്വഭാവം. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൈ വായിലിട്ടിട്ട് കടിച്ച് കടിച്ച് കളിക്കുക. 2 കൈയും കടിക്കും. മലർന്ന് കിടന്നിട്ട് പപ്പു. ഇതാരാന്നറിയില്ല. ഇത് ഓരോ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഒരുമിച്ചാക്കി ഇപ്പോൾ അപ്ലോഡ് ചെയ്തതാണ്. അതാണ് പല പല ഷോട്ടുകളായിട്ട് നിൽക്കുന്നത്. പപ്പീസിൻ്റെ സെർലാക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പം അതും നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ മിക്കിയുടെ ഫുഡ് മിക്കിക്ക് കൊടുക്കുന്ന സമയത്ത് ഇവർ ഓടി ചെന്നിട്ട് കഴിക്കും. പിന്നെ ഇവർക്ക് കടല, ചെറുപയർ അതൊക്കെ ഉടച്ച് കൊടുക്കും. വേവിച്ചിട്ട് ഉടച്ചിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ചിക്കൻ, മീൻ ഇങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം നമ്മൾ ഇവർ കാണാതെയാണ് മിക്കിക്ക് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് ഇവരെല്ലാം. 5 ആളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വികൃതിയാണ്. അടിയും പിടിയും ബഹളവുമാണ് എപ്പോഴും.
ഇത് രാത്രി എടുത്തൊരു വീഡിയോ ആണ്. ഇത് കണ്ടോ, രണ്ടാൾ വെച്ചിട്ടാണ് അടി കൂടുന്നത്. ഇവർ കളിക്കുകയാണ്, പക്ഷേ ഇവർക്ക് പരുക്കൊന്നും പറ്റില്ല. പക്ഷേ നല്ല ദേഷ്യത്തിലായിരിക്കും ഇവർ തമ്മിലുള്ള വികൃതീസ്.